ഹായ് എവറി വൺ, ഹാപ്പി ഗുഡ് ഈവനിങ്. ദീപയാണ് കേട്ടോ. ഞാനാണെങ്കിൽ എപ്പോൾ ചിക്കൻ മേടിച്ചാലും ഒരു ഇച്ചിരി ചിക്കൻ എടുത്ത് മാറ്റി വെക്കുന്ന ഒരു പതിവ് എനിക്കുണ്ട് കേട്ടോ. ഇത് കുറച്ചേ ഉള്ളൂ, അത് കാരണം ഒരു ഉരുളക്കിഴങ്ങും കൂടെ അരിഞ്ഞ് വെച്ചായിരുന്നു. ഇന്ന് രാവിലെ ഇവിടെ പൂരിയും കുറുമയായിരുന്നേ. അപ്പോൾ പൂരിയുടെ മാവ് കുഴച്ചത് ബാക്കി ഉണ്ടായിരുന്നു. അത് കാരണം വൈകിട്ട് പൂരിയും ചിക്കനും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതെന്താണെന്നറിയോ, ഞാൻ എപ്പോഴും കടുക് പൊട്ടിക്കാൻ സമയത്ത് വറ്റൽമുളക് ഇങ്ങനെ രണ്ടായിട്ട് പിച്ചിയാണ് ഇടുക. അപ്പോൾ അതിലൊക്കെ ഞെട്ട് കാണും. ഏട്ടൻ കണ്ട ആ ഞെട്ടൊക്കെ എടുത്ത് കളഞ്ഞ് പച്ചമുളകൊക്കെ ഒരു 3-4 ആയിട്ട് കട്ട് ചെയ്തൊക്കെ ഇടുന്ന ഇവിടെ ഒരു പതിവാണ് കേട്ടോ. ഇത് നാളത്തേക്ക് കല്ലപ്പത്തിന് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് പച്ചരി, തേങ്ങ, ജീരകം, വെളുത്തുള്ളി, കുഞ്ഞുള്ളിയൊക്കെ അരച്ച് ഈസ്റ്റൊക്കെ കുഴച്ച് മാറ്റി വെച്ചായിരുന്നേ. ചിക്കന് കുറച്ച് ഗ്രേവിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുത്തു. ഇത് പൂരി ആയതുകൊണ്ട് എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ കുറച്ച് സാലഡും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പൂരി മൊത്തത്തിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് കാരണം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നേ. കഴിച്ചുകൊണ്ടിരിക്കപ്പോഴേ അമ്മ തീർന്നോ, ഇനി ഉണ്ടോ കഴിക്കാനെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് വിഷമം വരത്തില്ലേ. അപ്പോൾ അത് കാരണം ഞാനൊരു 6-7 ദോശയും കൂടെ ഉണ്ടാക്കി വെച്ചായിരുന്നു കേട്ടോ. ആദ്യമോൻ ഇന്നുണ്ട്, നാളെ അവൻ പോവുക കേട്ടോ. അവൻ്റെ ലീവൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇത് ഞാൻ രാവിലെ ഉണ്ടാക്കിയ നനകിഴങ്ങാണ്. അങ്ങനെ ദോശയും ചിക്കനും പൂരിയും നനകിഴങ്ങൊക്കെ ആയിട്ട് രാത്രിയുടെ ഡിന്നർ കുശാലായി. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചായിരുന്നോ? താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് സ്മൈലിംഗ് ഓൾവേസ്. താങ്ക് യു.